സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനമായും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു നല്ല അറിവ് കണ്ണിൻ്റെ കാഴ്ചക്കുറവിനെ കുറിച്ചാണ്. ഇന്ന് അംഗനവാടി പഠിക്കുന്ന കുട്ടികൾ പോലും കണ്ണിൻ്റെ കാഴ്ച കുറവാണ്. സ്ഥിരമായ മൊബൈൽ കാഴ്ച, TV കാണൽ എല്ലാം ഇതിന് സഹായകമാകുന്നു. ഷുഗറുള്ളവർക്ക് കണ്ണിൻ്റെ കാഴ്ച കുറവുണ്ട്. തിമിരം കൊണ്ടും കണ്ണിന് കാഴ്ച കുറവുണ്ട്. പല തരത്തിൽ കാഴ്ച കുറവുള്ളവർക്കും, പ്രത്യേകിച്ച് നമ്മൾ കമ്പ്യൂട്ടറിൽ മാത്രം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകാവുന്ന ആ കാഴ്ചക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല അറിവാണ് ഞാൻ പങ്കുവയ്ക്കുക. ഒരു ഉരുളൻകിഴങ്ങിൻ്റെ രണ്ട് ഭാഗവും ഉരുണ്ടു വരുന്ന രണ്ട് ഭാഗം കട്ട് ചെയ്യുക, ഫ്രീസറിൽ വെക്കുക. ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം രാത്രി വൈകുന്നേരം ആകുമ്പോൾ ആ ഉരുണ്ട ഭാഗം മുകളിലും പരന്ന ഭാഗം കണ്ണിൻ്റെ ഇങ്ങോട്ടേക്കുമാക്കി ഒരു ചെറിയ തുണി കൊണ്ട് ടൈറ്റ് ചെയ്ത് കെട്ടാം. അത് കണ്ണിൻ്റെ ആഴത്തിൽ അതിന് കുളിർമ ലഭിക്കുന്നു, ചുരുക്കം വന്ന ഞരമ്പുകളെ ഉണർത്തുന്നു. പിന്നെ രാത്രി അത് അധികം വെക്കരുത്, ഒരു അരമുക്കാൽ മണിക്കൂർ. പിന്നെ മുല്ലപ്പൂവ് 2 അത് കടയിൽ നിന്ന് വാങ്ങരുത്, നമുക്ക് ഉണ്ടാകുന്ന മുല്ലപ്പൂവായിരിക്കണം നല്ലത്. അല്ലെങ്കിൽ നന്ദ്യാർ വട്ടത്തിൻ്റെ പൂവ്, അത് പകുതിയായിട്ടെടുത്ത് 2 കണ്ണിലും വെച്ച് ചുമ്മാ ഒന്ന് കെട്ടിയിട്ട് കിടന്നുറങ്ങാം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ഒത്തിരി കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഗുണം കിട്ടും. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അത് പരീക്ഷിക്കുകയല്ല, ചെയ്തു നോക്കണം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ജാതിക്കായാണ്. പഴുത്ത ജാതിക്കായുടെ ഉള്ളിലെ കുരുവെടുത്ത് അരച്ച് മുട്ടുവേദന ഉള്ളെടുത്ത് പുരട്ടിയാൽ മുട്ടുവേദന മാറും. ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ, പലർക്കും അത് ഉപകാരപ്രദമായിരിക്കും. അപ്പം പഴുത്ത ജാതിക്ക, ഉണങ്ങിയ ജാതിക്കുരു അല്ല, പഴുത്ത ജാതിക്ക പൊളിച്ചിട്ട് അതിനകത്ത് കുരുവെടുത്ത് അരച്ച് മുട്ടിനിട്ടാൽ മുട്ടുവേദനയ്ക്ക് ഒത്തിരി ശമനം കിട്ടും. മുട്ടുവേദന മാത്രമല്ല, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വേദനകളെ ആശ്വസിപ്പിക്കാനായിട്ട് അതിന് കഴിയും. പഴമാണ്, മധുരമുള്ളതാണ്, ഒരു ഔഷധച്ചെടിയുണ്ട്. പലതുണ്ട്, പക്ഷേ ഇത് ഒരു വലിയ ഔഷധച്ചെടിയാണ്. ഉത്തരം അടുത്ത ദിവസങ്ങളിൽ പങ്കുവയ്ക്കും. നിങ്ങളെ സഹകരിക്കുന്ന അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം, നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യും. ബുധനാഴ്ച, വ്യാഴം, വെള്ളി, എല്ലാ ആഴ്ചകളിലെയും ബുധൻ, വ്യാഴം, വെള്ളി ആയിരിക്കും. നല്ല അറിവുകളായിരിക്കും. ബുധനാഴ്ച തുടങ്ങാൻ പോകുന്നത് ക്യാൻസറിനെ കുറിച്ചാണ്. അപ്പം ഇനിയും പങ്കുചേരാൻ താല്പര്യമുള്ളവർക്ക് ഈ ദിവസങ്ങളിൽ പങ്കുചേരാം. നന്ദി, നമസ്കാരം.